മോളെ, നിന്റെ കുട്ടികളെയൊന്നും ഇനി പാടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പെണ്ണാ. നല്ല അടക്കം ഒതുക്കമായിട്ടൊക്കെ കഴിയണേ. അവള് കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ, അല്ലേ രാവേ? ലക്ഷ്മിക്കുട്ടിയെ, മോളെ നമുക്ക് നാളെയും കാണാം. പോരെ? ഭാരതി, നേരം വൈകിക്കണ്ട. എനിക്കൊന്ന് കുളങ്ങര പോണം. പോയിട്ട് വരട്ടെ മോളെ. ബാബു ഇന്ന് ഞങ്ങളുടെ കൂടെ പോര്, നമുക്ക് അവിടെ കിടന്നുറങ്ങാം. അത് ശരിയാ. ഇന്ന് ഇവരെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കുന്നത് നല്ലത്. അവിടെ കുട്ടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കാം മക. എനിക്കൊരല്പം ഒഴിഞ്ഞ സ്ഥലമാണ് ഇഷ്ടം. ഞാൻ ശങ്കരനായിട്ട് വീട്ടിൽ കിടന്നോളാം. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിരോധമില്ല. ഒരു കാര്യമുണ്ട്, അവിടെ നല്ല കാറ്റ് കിട്ടും. നല്ല കാറ്റ് കിട്ടും, പക്ഷെ ഭയങ്കര കൊതുവാ. വേണമെങ്കിൽ പോന്നോളൂ. കൊതുവൊന്നും ഇപ്പോഴില്ല. കൊതു ഉണ്ടായാൽ തന്നെ സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. ഒരു വിരോധമില്ല. പക്ഷേ ഈ മേശയും കസേരയൊക്കെ എടുത്ത് മാറ്റി ഒരു പായ വിരിച്ച് കൂടെ കിടക്കാവുന്നതേ ഉള്ളൂ. അവർക്കൊരു കൂട്ടുമായി. അത് വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം. മാത്രമല്ല, താനല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞത് ഇന്നവരെ തനിച്ചു വിടണം. ഭാരതി, എന്നാ ഈ ടോർച്ച് പിടിച്ച് മുമ്പിൽ നടന്നോ. അപ്പൊ രാത്രി യാത്രയില്ല. പോട്ടെ, വാ. അപ്പൊ ചേട്ടാ, ഞാൻ രാവിലെ എത്താം. ശരി. മോളെ, പോയിട്ട് വരാം. ഓ, കൊച്ചുങ്ങൾ ഉറങ്ങി കാണും. വരൂ ലക്ഷ്മിട്ടി.